തദ്ദേശ തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞതോടെ മുന്നണികൾക്ക് തലവേദനയായിരിക്കുകയാണ് വിമതർ. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം 15 വിമതരാണ് മത്സരരംഗത്തുള്ളത്. പത്തനംതിട്ട കവിയൂരിൽ പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനാകാതെ പോയത് UDFന് നാണക്കേടായി. വാർഡിൽ സ്ഥാനാർത്ഥി ഇല്ലാതായത് BJPയെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. പാലക്കാട് ഇടതു മുന്നണിയിൽ സീറ്റ് കലാപം രൂക്ഷമാണ്. 20 സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. മറ്റന്നാളാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തദ്ദേശത്തിൽ ഇനി കളം നിറഞ്ഞ പോരുകാലമാണ്. കരുത്തുകാട്ടാൻ മുന്നണികൾ തയ്യാറായി കഴിഞ്ഞു. റിബലുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പതിവ് കാഴ്ചയാണെങ്കിലും എണ്ണം കൊണ്ട് ഇത്തവണ മുന്നണികളെ വെള്ളം കുടിപ്പിക്കുകയാണ്. അനുരഞ്ജനങ്ങളും ഓഫറുകളുമായി നേതാക്കൾ വിമതരുടെ പിന്നാലെയുണ്ട്. പലരും വഴങ്ങിയിട്ടില്ല. ചർച്ചകൾക്ക് ജില്ലാ സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങിയിട്ടുണ്ട്. ഉറച്ചു നിന്നാൽ പലയിടത്തും വിമതർ തെരഞ്ഞെടുപ്പ് ഗതി തന്നെ മാറ്റിമറിക്കും. കൊച്ചി കോർപ്പറേഷനിൽ 2 ഡെപ്യൂട്ടി മേയർമാരടക്കം 15 പേരാണ് വിമതരായി കളത്തിലുള്ളത്. UDFിൽ മാത്രം 9 പേർ. ഇവരെ അനുനയിപ്പിക്കാനായില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള UDF ശ്രമത്തിന് വെല്ലുവിളിയാകും. ഇടതു മുന്നണിയെയും NDAയെയും വെല്ലുവിളിച്ച് 3 വീതം റിബലുകളാണ് പിന്മാറാൻ തയ്യാറാകാതെ നിൽക്കുന്നത്. അതിനിടെ പത്തനംതിട്ട കവിയൂരിൽ പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനായില്ല. നേതാക്കൾ പൂരിപ്പിച്ചു നൽകിയ പത്രികയിലെ തെറ്റായ വിവരങ്ങളാണ് തിരിച്ചടിയായത്. ഇതോടെ UDFന് വാർഡിൽ സ്ഥാനാർത്ഥിയില്ലാതെയായി. BJPയെ സഹായിക്കാൻ നേതാക്കൾ സ്ഥാനാർത്ഥിയുടെ കാല് വാരിയെന്നാണ് ആക്ഷേപം. ഇന്നലെ രതീഷ് ഒപ്പിട്ട ഫോം അതിൻ്റെ കൊണ്ട് തന്നത് പൂരിപ്പിച്ച് കഴിഞ്ഞ് ഈ സാധനം ഞാൻ വൈകുന്നേരം ചെന്ന് വാങ്ങിച്ചു. ആ കൂട്ടത്തിൽ തന്നെ മറ്റേ പഞ്ചായത്തിൽ അടയ്ക്കാനുള്ള പൈസ അടച്ച് അതിൻ്റെ റെസിപ്റ്റും വാങ്ങിച്ച് റെസിപ്റ്റും കൂടെ ചെന്നതെല്ലാം ഫില്ല് ചെയ്ത് പിന്നെ ആ പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതിൻ്റെ കോപ്പി എടുത്ത് അത് അറ്റസ്റ്റൻ ചെയ്താണ് കൊണ്ടുപോയത്. ഇന്നത്തെ ദിവസം ചെന്ന് കഴിഞ്ഞപ്പം ഈ സംഗതി എല്ലാം തെറ്റായി ഇന്നത്തെ എഴുതിയിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമനമ്പര കാര്യങ്ങളെല്ലാം തെറ്റാണ്. പിന്നെ അത് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് തിരുത്തി വേറെ ഫോം വാങ്ങിച്ച് ഞാൻ എഴുതി വേറൊരാളെ കൊണ്ട് ഇത് സൈൻ വാങ്ങിച്ച് ആണ് ഞാൻ കൊണ്ട് കൊടുത്തത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ സപ്പോർട്ടിന് പോലും ഒരാളും ഇല്ലായിരുന്നു. പാലക്കാട് ഇടതുമുന്നണിയിൽ സീറ്റ് കലാപം രൂക്ഷമാണ്. മന്ത്രി MB രാജേഷിന്റെ മണ്ഡലമായ തൃത്താലയിലെ 4 പഞ്ചായത്തുകളിലടക്കം 20ഓളം സ്ഥലത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI. മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് തുറന്നടിച്ചു. ചിറ്റൂരെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ വളരെ വികാരഭരിതമായിട്ടാണ് ജില്ലാ നേതൃത്വത്തിനെ സമീപിച്ചത്. ആ മര്യാദ പാലിക്കേണ്ട അവിടെ മറ്റൊരു ഘടകകക്ഷിയും കൂടി ഉള്ളത് കൊണ്ട് അതുകൂടി അവരുകൂടി അതിൻ്റെ ഭാഗമായി ആ രാഷ്ട്രീയ മര്യാദ ചിറ്റൂര് പാലിച്ചില്ല എന്നുള്ളത് കൂടി അറിയിക്കുന്നു. പാലക്കാട് BJPയിലെ ഗ്രൂപ്പ് പോരിന് ശമനമായിട്ടില്ല. സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിന്റെ പോസ്റ്ററിലും ഫ്ലെക്സ് ബോർഡുകളിലും സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരുടെ ചിത്രമില്ല. എന്നാൽ മുതിർന്ന നേതാവ് N ശിവരാജന്റെ ചിത്രം പോസ്റ്ററിൽ ഉൾപ്പെടുത്തി. BJP നേതൃത്വത്തിനെതിരെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രിയ അജയൻ രംഗത്തെത്തിയത് BJPക്ക് തലവേദനയായി. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ നേതൃത്വം പരിഹാരം കണ്ടെത്തിയില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരേക്കും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനുണ്ടായ ഒരു സാഹചര്യം. ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് അല്ലല്ലോ പോവുക. അത്തരം കണ്ണ് നിറഞ്ഞ് കണ്ടു എന്നുള്ളത് പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വിവാദം പുകയുകയാണ്. വോട്ടില്ലാത്തവരെ വീട്ടിൽ പോയി സ്ഥാനാർത്ഥിയാക്കാൻ നോക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽകിഫിൽ പരിഹസിച്ചു. അതിനിടെ കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥിയെ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്തെത്തി. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. സംസ്ഥാനത്താകെ 1,64,427 പത്രികകളാണ് സമർപ്പിച്ചത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചത്. 19,959 പേർ പത്രിക നൽകി. മറ്റന്നാളാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.